ഈ എസ്തെറ്റിക് ഫിസിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഓയിൽ എടുക്കണം എന്നാണ് ജിമ്മിലെ ട്രെയിനർ പറഞ്ഞത്. ഫിസിക്സും കെമിസ്ട്രി ഇല്ല, ഫിസിക്. ഓക്കെ, പക്ഷേ ഈ ഫിഷ് ഓയിൽ എടുക്കുമ്പോഴേ ഭയങ്കര ഗ്യാസ്, നെഞ്ഞരിച്ചിരി, ഛർദ്ദിക്കാനൊക്കെ വരും. അല്ല, ഏതിന്റെ ഫിഷ് ഓയിൽ എടുത്തേ? ഓരോ ദിവസം ഓരോന്നാണ്. അതെ, ഏതൊക്കെ? ഇന്ന് ചാള വറുത്ത ഫിഷ് ഓയിലായിരുന്നു, ഇന്നലെ അയില വറുത്തായിരുന്നു. പക്ഷെ ഒരു സുഖമില്ല. മണ്ട, അതല്ല ഫിഷ് ഓയിൽ എടുക്കേണ്ടത്, കട്ട്ല, പിലോപ്പി. ഞാൻ കഴിച്ചത് കാളാഞ്ചേരി ആയിരുന്നു, കുറച്ച് ഹെവിയാണ്, എന്നാലും കുഴപ്പമില്ല. അതായത് ഫിഷ് ഓയിൽ ഈസ് എ കണ്ടന്റ് ഓഫ്. ഇംഗ്ലീഷ് അറിയോ? ഇല്ലേ. അപ്പം മലയാളത്തിൽ രാവ്യം മതി. മലയാളത്തിൽ മതി. ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഇന്നലത്തെ ഒരു സംവാദത്തിൽ എനിക്ക് അറിഞ്ഞു. അതിനെ കുറിച്ച് എവിടെയാണ് സംവാദം നടന്നത്? ബാറിൽ. ഏത് സാധനം അടിക്കാൻ വന്നാളായിരുന്നു? അതിങ്ങനെ പെഗ് ഒഴിക്കുമ്പോൾ കിണ്ണത്തിൽ ലാസ്റ്റ് എല്ലാം കൂടി പോയി അതടിക്കുന്ന ആൾ. ബാർ ടെൻഡർ. അല്ല, അപ്പൊ ഏത് ഫ്ലോറിലായിരുന്നു ബാറ്? രണ്ടാമത്തെ നില. അല്ല, അപ്പൊ തന്നെ അപ്പൊ ജെല്ല തുറന്നിട്ട് അയാളെടുത്ത് പുറത്തേക്ക് അറിയായിരുന്നു. അർണോൾഡിന്റെ വേ പ്രോട്ടീൻ വീഡിയോ കണ്ടിരുന്നു. ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഇല്ല, എന്നാ മലയാളത്തിൽ ഓക്കെ. അല്ല, ഈ വേ പ്രോട്ടീൻ റോബസ്റ്റും ഈ ഓസ്ട്രേലിയൻ വോഡ്ക്കും മിക്സ് ചെയ്തിട്ട് അർണോൾഡിന്റെ വീഡിയോ ഞാൻ ടെസ്റ്റ് അടിച്ചു ഇപ്പൊ അത് വരുന്നത്. അതെ, എങ്ങനെയാണ്? പക്ഷെ ഓസ്ട്രേലിയൻ വോഡ്ക കിട്ടിയില്ല. അതുകൊണ്ട് റോബസ്റ്റ് വേ പ്രോട്ടീൻ ഇട്ടിട്ട് ഒരു 1.5 പെഗ് വൈറ്റ് റം വെച്ചു. അപ്പൊ ഈ വൈറ്റ് റം എനിക്ക് അത്ര പറ്റാത്ത സാധനമായിട്ട് ഒരു 1.5 പെഗ് ബ്രാൻഡി കൂടി വെച്ചു. പക്ഷെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തപ്പോഴേ ഒരു കൂറാലി കളറ്. അപ്പൊ ഒരു 1.5 പെഗ് ഗോൾഡ് മം കൂടി വെച്ചു. അത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എങ്ങനെയായിരിക്കും ജിമ്മില്? ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസറ്റ് പൊളിയാനാണ് ചാൻസ്. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ക്ലോസറ്റ്, കക്കുസയുടെ വാതില്, എന്തിന് സെപ്റ്റി ടാങ്ക് വരെ പൊളിക്കാനുള്ളത് താൻ കഴിച്ചു വെച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 2 ആഴ്ചയായിട്ട് MDMA എടുക്കുന്നുണ്ട്. എന്തൊരു എനർജിയാണ്, എന്തൊരു ടേസ്റ്റ് ആണ്. ഞാൻ അതിട്ടിട്ടാണ് ഇപ്പൊ ഗ്രൗണ്ടിൽ ഓടാൻ പോണത്. അത് കഴിച്ചു ഒരു രക്ഷയില്ല. അല്ല, ഇത് എത്ര രൂപ വരുന്നുണ്ട്? അതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു ചെറിയ പാക്കറ്റിന് 500 രൂപയാണ്. ഇതപ്പോ ഇവിടെ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇത് ഞാൻ കലക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ എനർജിന്റെ ഇതാണല്ലോ. എങ്ങനെയുണ്ട്? നല്ല ചെറിയ മധുരമൊക്കെ ഇല്ലേ? ഇതിന് 500 രൂപ കൊടുക്കണല്ലേ ചെറിയ പാക്കറ്റ്? അതെ അതെ അതെ. അപ്പൊ ആൾക്ക് 450 രൂപ ലാഭമാണ്. അല്ല, 20 രൂപ നീ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്ത ഈ സാധനം കിട്ടും. ഗ്ലൂക്കോസ് ഡി എന്നാണ് ഈ പൗഡറിന്റെ പേര്. ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണല്ലേ? ഞങ്ങളോ? എത്ര പേര്? ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാമിൽ. MDMA is my DNA. എത്ര പേരുണ്ട് അതില്? ഒരു 10,000 പേരുണ്ട്. വെറുതെ ഇല്ല, മിഞ്ഞാന്ന് ഫിഷ് ഓയിൽ കഴിച്ചിട്ട് തൂറ്റളക്കം പിടിച്ചിട്ട് തല കറങ്ങിയപ്പോൾ ഞാൻ ഗ്ലൂക്കോസ് പൊടി തപ്പിയിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ കയറി ഇറങ്ങി. ഒറ്റ സ്ഥലത്ത് കിട്ടാനിരുന്നില്ല. എല്ലാ ഗ്ലൂക്കോസ് പൊടി നിങ്ങൾ മറ്റേ DNA അടിച്ച് കയറ്റി വിടുന്നല്ലേ? എന്റെ MDMA വയറ്റിൽ പിടിച്ച? അല്ല, ആ വേ പ്രോട്ടീന്റെ കോമ്പിനേഷൻ വയറ്റിൽ പിടിച്ചിട്ടില്ല. ഞാൻ വേഗം പോയിട്ട് വരാം. അയ്യോ, അത് ഈ സ്റ്റുഡിയോയിൽ പറ്റില്ല. ഒന്ന് പോയിടാ. കക്കൂസയുടെ വാതിലല്ലേ പോയത്.